അപ്പോൾ നാട്ടിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് കാണാൻ ഏറ്റവും ഭംഗി. അപ്പോൾ ഇവൻ ചിലപ്പോൾ നന്നായി ഫോട്ടോ എടുക്കുന്ന പയ്യനാകും, പക്ഷേ ഈ ഒരു ചെറിയ സംഭവങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ വർക്ക് പോകും. അപ്പോൾ ആൾക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഇത് ചെയ്യുന്ന ആളുകൾ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത്, എന്താ സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ 4 കണ്ണുള്ള പോലെ 4 പുറം നമുക്ക് നമ്മുടെ കണ്ണെത്തണം. ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ഓഫ് സ്നാപ്പാർട്സ് ടോക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ബിഗിനേഴ്സിന് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ആക്കി കിട്ടാൻ പോകുന്നത് എല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ സാറിൻ്റെ എക്സ്പീരിയൻസ്, അതുവഴി സാറിന് ഈ കുട്ടികൾക്ക്, അതായത് പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഒന്ന് പറയാം. ആദ്യം നമ്മളൊരു കാര്യം പറയാം. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിലില്ലേ, നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളെന്തോ വലിയ കാര്യം പറയുന്ന വരെ നിന്നിട്ട് അങ്ങോട്ട് തള്ളി മറിച്ചു. അതെ, അപ്പോൾ നമ്മളെ കുറിച്ചൊന്നും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇല്ലേ? അപ്പൊ നീ ആദ്യം നിന്നെ കുറിച്ച് പറയും. എന്തിനെ പറ്റി പറയണ്ടേ? അല്ല, നിന്നെ കുറിച്ച് പറയും. ഞാൻ അലീറ്റ, ഞാൻ ഇവിടെ സ്നാപ്പാർട്സിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ പേര് സുജിത്ത്. ഓക്കെ, ഏകദേശം 18 to 20 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി ചെയ്യൽ തുടങ്ങിയിട്ട് അത്രയായി. അപ്പൊ ഇതിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ പുതിയ വരുന്ന ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ഇവർക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഓൾമോസ്റ്റ് 20 വർഷത്തിനടുത്തായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിവിടെ സ്നാപ്പാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി നടത്തുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും ഇതൊക്കെ കൂടെ ഷെയർ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട്, ഫ്രണ്ട്സ് മീൻസ് ഫോട്ടോഗ്രാഫി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് പറയാൻ കുറച്ച് എന്താ പറയുക ഇതേപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടുവരും. അതൊക്കെയാണ് ഇതിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ്. അപ്പോൾ അലീറ്റ നമ്മളെ കൂടെയാണ്, നമ്മളെ ടീം മെമ്പറാണ്. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും പറയാം നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് നമ്മളെ ഐഡിയയിലാണ്, ഇതെല്ലാം ശരിയെന്ന് നമ്മൾ പറയുന്നില്ല, ബേസിക് സാധനങ്ങൾ മാത്രം. അപ്പോൾ പറയേണ്ടത് ഇന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അങ്ങനത്തെ ടൈപ്പ് മെസ്സേജാണെന്ന് വെച്ചാൽ, വേറെ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ, വേറൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പൈസ അതിന് കിട്ടുന്നുണ്ടാവും, പക്ഷെ എന്നാലും അത് ഭയങ്കര സ്ട്രെസ്സാണ്. ഫോട്ടോഗ്രാഫി ആകുമ്പോൾ സ്ട്രെസ് കുറവില്ലേ, അങ്ങനെ ഒരു തോട്ട് കൊണ്ടൊക്കെ മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഷിജീഷ് ചിരിക്കുക വേക്കുന്നത് എന്തെന്ന് ക്യാമറയുടെ വേക്കുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫി സ്ട്രെസ്. അപ്പോൾ എന്തായാലും വേക്കുന്ന ഷിജീഷ് ചിരിക്കണം, കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് കുറവുള്ള ജോലിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ. സോ അപ്പോൾ ഒന്നാമത് ഇങ്ങനെ സ്ട്രെസ് കുറവാന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുകൾ, എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ്സും ബുദ്ധിമുട്ടും റിസ്ക്കും ഒക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു രീതിയിലാണെങ്കിൽ ഇതിന് വേറൊരു രീതിയിലാവും എന്തുണ്ടാവുക, റിസ്ക്കും സ്ട്രെസ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് ഇതാകുമെന്ന് വിചാരിച്ച് വരണ്ട, അത് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് പിന്നെ അവർ വേറെ ജോലി വിട്ടിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ നിൽക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ, അവിടുന്ന് നന്നായിട്ട് അവർക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതാവും. പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ അത്ര പെട്ടെന്ന് ഇത് സക്സസ് ആയിക്കൊള്ളുന്നില്ല, ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് റിസ്ക് ഫാക്ടർ അല്ലേ. അപ്പോൾ അവിടുന്ന് ഓടി വന്ന പാട് ഇവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് അവർ വിചാരിച്ച രീതിയിൽ കിട്ടുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാനുള്ള സജഷൻ, അവർ അതിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവരൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. സോ അവരുടെ വർക്കുകളും അവർക്ക് ഏത് ഫോട്ടോഗ്രാഫിയിൽ ഏത് കാറ്റഗറിയിലാണ് അവർക്ക് ടാലൻ്റ് ഉള്ളത്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ആ വർക്ക് കുറച്ച് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൊളാബ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അവരുടെ എന്താ ഫാമിലി റിലേറ്റീവ് ആരെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവൻ്റ് ആണെങ്കിൽ അത് ചെയ്ത് 1-2 അവർ വർക്ക് ചെയ്ത് അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം വർക്ക് വരൽ തുടങ്ങിയാലും പിന്നെ സ്ഥിരം ഇതൊരു പതിവാക്കരുത്. അത് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം ഒരു ക്ലയൻസ് ഒക്കെ ആയി, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഫുൾ ടൈമായി ചെയ്യാമെന്ന് ഒരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുക. അല്ലാതെ ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്യുന്നത് വലിയ റിസ്ക് ആവാം. പിന്നെ അത്യാവശ്യം എക്യുപ്മെൻസിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ പിന്നെ ഇത് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഓക്കെ, എന്നാലും അല്ലെങ്കിൽ പിന്നെ കുറേ പൈസ ഏൺ ചെയ്തതിൻ്റെ ശേഷം വരുന്നത് കാണാം. അപ്പോൾ ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ വന്ന ആളുകൾ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. സോ അതൊരു കാര്യം. ഓക്കെ,
പിന്നെ ഒരു കാറ്റഗറിയാണ് അതിലിപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി പഠിച്ച് തിയററ്റിക്കൽ പഠിക്കുന്നുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിട്ട് തിയററ്റിക്കലിൽ എല്ലാം അറിയുന്നുണ്ടാവും, പ്രാക്ടിക്കലായിട്ട് അവിടെ കിട്ടുന്ന ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത ആളുകളാവാം. അവർക്ക് അതുപോലെയല്ല ഒരു പുറത്തിറങ്ങി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ പുറത്തിറങ്ങി വന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കും കൂടെ ഉള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഇതിന് പല കാറ്റഗറീസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഫാഷൻ, ഫുഡ്, എന്താ പറയുക, ഈവെൻറ്റ്, പ്രൊഡക്റ്റ്, ഇതൊക്കെ ഓരോരോ ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് കാറ്റഗറി ആണല്ലോ. അപ്പോൾ അത് ഓരോ ദിവസം ഓരോന്നിനെ കുറിച്ച് പറയാം. നമുക്ക് ഇന്നിപ്പോൾ ഒരു ഇവൻറ്റ്സിനെ കുറിച്ച് പറയാം, ഐ മീൻ കോർപ്പറേറ്റ് ഇവൻറ്റ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈവൻറ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അബദ്ധങ്ങൾ എന്തായിരിക്കും? ഓക്കെ, നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ എക്സ്പീരിയൻസിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് UAE ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനില്ല, കംപ്ലൈൻ്റ് ആയിട്ട് പറയാനില്ല, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അബദ്ധമാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ആദ്യം വന്നിട്ട് ഒരാൾ നന്നായിട്ടൊരു മീൻസ് ഫാഷൻ ഫോട്ടോഗ്രാഫിയും വെഡിങ് എടുക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് ഒരു കോർപ്പറേറ്റ് ഇവൻറ്റ്, നമ്മളിപ്പോൾ പറയുമ്പോൾ കോർപ്പറേറ്റ് ഇവൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു കോർപ്പറേറ്റ് ഇവൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ബേസിക്കായ സാധനങ്ങൾ പറഞ്ഞിട്ടൊന്ന് പോവാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ കാണുന്നവർക്കും ഇത് പറ്റില്ല. പിന്നെ ഒരു പ്രത്യേക ഇത് കാണുന്ന എക്സ്പീരിയൻസ്ഡായ ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നുന്നു എന്തെന്ന് അറിയും, ഇത് എന്താണ് ഇവൻ പറയുന്നത്, അത്ര ബേസിക് സാധനങ്ങളാണെന്ന്. സോ ഇത് അവർക്ക് വേണ്ടിയിട്ടേ അല്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ടാവുമല്ലോ, ഇതൊരു പ്രൊഫഷനായി ചൂസ് ചെയ്ത ആളുകൾ, അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു ചെറിയ ടിപ്പ് മാത്രമാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് ഇവന്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും വർക്ക് എടുക്കുന്ന പോലെ, ഐ മീൻ എല്ലാ ഇതിലും ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ എന്താണ് വെന്യൂ, എന്താണ് അവിടുത്തെ ആംബിയൻസ്, എന്താണ് അവിടെ നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഷോട്ട് വെക്കണം, ഐ മീൻ ഒരു വൈഡ് ഷോട്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ എന്താണെങ്കിലും ഇവന്റ് ആണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് ഇവന്റ് ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു 5 ആൾ ഇരിക്കുന്നു, ഒരാൾ നിന്ന് പോഡിയത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന ആളുടെ ഒരു വൈഡ് ഫോട്ടോ വേണം. മേ ബി ഇവിടെ പ്രസ്സിനൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടാൻ വേണ്ടി വരും. കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് വൈഡ് ഫോട്ടോ ആവും. സോ അതിന് ഈ വൈഡ് എടുക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആൾ വിത്ത് ബ്രാൻഡ്, എന്താണ് ബ്രാൻഡിങ് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമ്മൾ വെക്കുന്ന മാക്സിമം ഫ്രെയിമുകളിലും ബ്രാൻഡ് ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു 4 പേരോ അല്ലെങ്കിൽ 5 പേരോ വേദിയിൽ, ഐ മീൻസ് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 5 പേരുടെയും കൂടെ എന്താ പറയുക എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ്, അവർ സംസാരിക്കുന്നത്, അതൊക്കെ കുറച്ച് മിനിമലായ സ്റ്റാൻഡേർഡായ രീതിയിൽ ഇരിക്കുന്ന രീതിയിലുള്ളത്, കണ്ണടയ്ക്കാത്തതോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ വൾഗറായിട്ട് ഇരിക്കുന്ന രീതിയിലല്ലാതെ കിട്ടാത്ത നല്ല പടം ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. ഈ സംസാരിക്കുന്ന ആളുടെ മീൻസ് ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ഓഡിയൻസിനോ ലുക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെക്കുക. ഈ സംസാരിക്കുന്ന ആളുടെ കൈയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മൂവ്മെന്റ്സ് ഉണ്ടാവും, അത് ഷെയ്ക്ക് ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ ക്ലോസപ്പ് ഷോട്ടാണ് ആളുടെ വേണ്ടത്. സോ ആ ക്ലോസപ്പ് ഷോട്ട് ആണെങ്കിലും ആളുടെ കണ്ണടയ്ക്കാതെ, ചിലർ പോഡിയത്തിൽ നിന്ന് റീഡ് ചെയ്യാവും, ആ റീഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കണ്ണു പോകുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ മീൻസ് കണ്ണടച്ച പോലെ തോന്നും. സോ അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അയാൾ എപ്പോൾ കണ്ണ് തുറക്കുന്നു അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ സാധനം ശ്രദ്ധിക്കുക. അപ്പോഴും കൈയിൻ്റെ ആക്ഷൻസ്, കൈയൊക്കെ ഷെയ്ക്ക് ആവാതെ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ഭംഗിയായിട്ട് ഈ ഇത്ര സേഫ് സാധനങ്ങൾ, ചില ആളുകൾ സംസാരിക്കുന്ന ആൾ ചിലപ്പം വിത്തിൻ 1 മിനിറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൽ കൂടുതലാവാം. ചിലപ്പം കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ പടങ്ങൾ എടുക്കുക. എന്തായാലും ഈ വൈഡും ക്ലോസും ഒരു മിഡും ഒക്കെ സാധനം, സേഫ് സാധനങ്ങൾ വെക്കുക. പിന്നെ ഇതിന് ശേഷം ഈ സേഫായ സാധനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ടാലൻറ്റും കാണിക്കാൻ ആളുകളുടെ ഓഡിയൻസിൻ്റെ സജഷനുമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, പിന്നെ നമ്മളെ ടാലൻസ് കാണിക്കുന്ന പടങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു കൂടുതൽ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ലെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറെൻറ്റ് ആംഗിളുകളൊക്കെ എടുത്തിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ ഭംഗിയാക്കുക. ഒക്കെ ഒരു ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കറക്റ്റ് മൊമെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ ഒബ്സർവേഷനും കാര്യങ്ങളും ഒരു ഇവൻറ്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേണം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ഇവന്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒബ്സർവേഷൻ സ്കില്ല് വേണം. അതായത് ഇവൻ്റെ മൊത്തത്തിലൊരു ഒബ്സർവേഷൻ സ്കില്ലുള്ളത് ഇതിനൊരു ഗുണം ചെയ്യും. സോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത്, എന്താ സംഭവങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 4 കണ്ണുള്ള പോലെ 4 പുറം നമുക്ക് നമ്മുടെ കണ്ണെത്തണം. ഓക്കെ, എന്നിട്ടത് കറക്റ്റ് മൂവ്മെൻറ്റ് നമ്മളത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള സംഭവമാണ്. ഇതിനൊന്നും റീടേക്ക് ഇല്ല, അവിടെ നടക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല വലിയ ഇവൻറ്റുകൾ. അപ്പോൾ അതിന് സെറ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന പുതിയ വരുന്ന ആളുകൾ ചിലപ്പോൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ കാണുന്ന കാര്യം,
അവർ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ ഉപയോഗിക്കുന്നത് LC പോലത്തെ ലൈറ്റുകളാണ്, കണ്ടിന്യൂസ് ലൈറ്റ്. ഇവിടെ വരുമ്പോൾ സ്പീഡ് ലൈറ്റ് പോലത്തെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് എടുക്കണം, അതായത് ക്യാമറനെ കണക്ട് ചെയ്ത് വെക്കുന്ന ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കണം. സോ അതിനെക്കുറിച്ച് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒന്ന് പഠിച്ചൊരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടുത്തെ പല ആംബിയൻസും ഇൻഡോർ പോകുന്ന ഷൂട്ടിന് മീൻസ് ആംബിയൻസ് ലൈറ്റ് വളരെ കുറവാകും. ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. എല്ലാ ഷൂട്ടിനും അല്ല പറയുന്നത്, ഓൾമോസ്റ്റ് ഷൂട്ടിന് നമ്മൾ ഇൻഡോറിൽ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കുറിച്ചിട്ട് പഠിക്കുക, അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, അത് മെയിനാണ്. ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ബ്രാൻഡിങ് മെയിനാണ്. ബ്രാൻഡിങ് പരമാവധി നമ്മളെ ഫ്രെയിമിൽ വരുത്താനും നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. പിന്നെന്താണെന്നറിയോ, പിന്നെ നമ്മൾ മെയിൻ നോക്കേണ്ടത്, നമ്മൾ കോർപ്പറേറ്റ് ഇവൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് ഒരു മിനിമം ആയി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറച്ച് ഫോർമലായ രീതിയിൽ ധരിച്ച് ഒരു, അതായത് നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ ഫോട്ടോഗ്രാഫേഴ്സ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങനത്തെ ലുക്സിലൊന്നും നമുക്ക് ഇതുപോലത്തുള്ള ഇവന്റ്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. എല്ലാ കോർപ്പറേറ്റ് ഇവന്റ്സിനൊക്കെ നമ്മൾ കുറച്ച് ഫോർമലായിട്ട് വേണമെങ്കിൽ ബ്ലേസർ ഇടാം, അല്ലെങ്കിൽ സൂട്ട് ആ രീതിക്ക് പോവാം, അല്ലെങ്കിൽ സാധാ ഫോർമൽ രീതിയിൽ കുറച്ച് കണ്ട അയ്യേ എന്ന് പറയാത്ത രീതിയിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ട്, കാരണം അവിടെ വരുന്ന ആളുകളൊക്കെ ഭയങ്കര ഹൈലി എന്താ പറയുക, VIP ആ കാറ്റഗറി വരുന്ന ആളുകളാവാം വലിയ ഇവൻറ്റിന്. സോ അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കണം, അത് കളയാതെ നോക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏജൻസിക്ക് അല്ലെങ്കിൽ നമ്മളെ ക്ലയൻറ്റിന് അവർക്കൊക്കെ ഒരു അവരുടെ പ്രൊഫൈലിൻ്റെ സ്റ്റാൻഡേർഡ് പോയി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇവിടെ വന്നൊരു ഇതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫി കരിയർ ചൂസ് ചെയ്യുന്നൊരു പേഴ്സൺ ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അങ്ങനെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഓക്കെ ആയി, എല്ലാവരും അങ്ങനെ. കുറച്ച് മുന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഒരുവിധമുള്ള കമ്പനിക്കൊക്കെ അവരുടെ എന്താ പറയുക ലോഗോ ഒക്കെ വെച്ചുള്ള യൂണിഫോം ഒക്കെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു അബദ്ധങ്ങൾ പറ്റാതിരിക്കുക. ഇത് ഇത്രയും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഓരോരുത്തർ വന്ന് ചെയ്യുമ്പോൾ ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ട് പിന്നെ ഒരു അബദ്ധം പറ്റിയ എന്താ പറയുക, പിന്നെ ആളെ വിളിക്കില്ല. ഇപ്പോൾ ഏത് വിളിച്ച ഏജൻസി ഫ്രീലാൻസിൽ നിന്ന് വിളിക്കുകയാണെങ്കിലും പിന്നെ അവനെ വിളിച്ചിട്ട് ഒരു ചാൻസ് കൊടുക്കാൻ നിൽക്കില്ല, റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ ഇവൻ ചിലപ്പോൾ നന്നായി ഫോട്ടോ എടുക്കുന്ന പയ്യനാവും, പക്ഷേ ഈ ഒരു ചെറിയ സംഭവങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ വർക്ക് പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അത് കറക്റ്റ് ആയാൽ പിന്നെ ഓക്കെയാണ്. നമ്മളൊരു ഫസ്റ്റ് ഒക്കെ ഒരു ഏജൻസി വിളിക്കുമ്പോഴേ അത് നമ്മൾ ബെസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ സെറ്റാവാം. ഇതിപ്പോൾ നമ്മളെ ഇതിലൊരു അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം നമ്മളൊരു ഫ്രണ്ടിൻ്റെ കമ്പനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അന്നവിടെ അവൻ്റെ ടീമുണ്ട്, വേറെ ആളുണ്ട്. സോ അപ്പോൾ അവർ ദുബായിൽ നിന്ന് വന്നൊരു പയ്യുണ്ട്, അവൻ പുതിയ പയ്യനാണ്, അവനും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ വർക്ക് എടുക്കുന്ന ക്ലയൻറ്റിനും എന്നെ അറിയാം. സോ അവൻ്റെ ഫോട്ടോ അപ്പോൾ തന്നെ ഇവൻ്റെ അടക്കം വരുന്ന സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് ഫോട്ടോ വാങ്ങിച്ചപ്പോൾ ആ പയ്യെടുത്ത ഫോട്ടോ അവർക്ക് പറ്റിയില്ല. സോ പിന്നെ ആ ക്ലയൻറ്റ് എൻ്റെ ഫോട്ടോ ചോദിച്ചു എൻ്റെ ഫ്രണ്ടിനോട്, സുജിത്തിൻ്റെ കാർഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാർഡ് കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുത്തു, അവർ പോസ്റ്റ് ചെയ്തു. സോ അത് എൻ്റെ ഫോട്ടോയുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഭയങ്കര ടാലൻ്റ് ഒന്നുമല്ല. കാരണം ആ ഇവൻ്റ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഇത്ര വർഷമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് അറിയാം. നമുക്കത് ചെറിയ സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ ആ വന്ന പയ്യന് അതൊരു സിമ്പിൾ പരിപാടി ആയിരുന്നില്ല. കാരണം അവനെ ചിലപ്പോൾ ആദ്യമായിട്ടാവും ഇങ്ങനത്തെ ഒരു വലിയ ഇവൻ്റാണ്, ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഇവൻ്റ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നില്ല, ഒരു എക്സ്പീരിയൻസ് ഓറിയൻ്റ് ഒരു സംഭവമാണ്. സോ അപ്പോൾ അന്ന് ഞാൻ ഇത് പറയാൻ കാരണം, ഇങ്ങനൊരു ഇത് പറയാനും കാരണം അതാണ്. അപ്പോൾ അന്ന് ഈ ഏജൻസിക്കാരനായ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, യഥാർത്ഥ ടാലൻറ്റ് കിട്ടാൻ നല്ല പണിയാണില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാർഡ് കോപ്പി ചെയ്ത് കൊടുത്തപ്പോൾ ആദ്യം അവൻ കൊടുത്തല്ലോ മറ്റവൻ്റെ കാർഡ്, അതവർ പറ്റിയില്ല. എൻ്റെ കാർഡ് വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാർഡ് കോപ്പി ചെയ്ത് എൻ്റെ കാർഡ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് അതാ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു, എല്ലാടാ അവൻ മോശമായിട്ടല്ല, അവനെ അറിയാം, പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നമാണ്. പിന്നെ അത് പറയാൻ അതാണ്. പിന്നെ ഈ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയാൻ കാരണം, ഒരു എക്സിബിഷൻ നടക്കുകയാണ്. എക്സിബിഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരുപാട് ക്രൂണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ആളുകൾ ഉണ്ട്, അവർ ഒരൊറ്റ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. സോ അതിൽ വന്നൊരു ഫോട്ടോഗ്രാഫർ അവൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ കണ്ടു, ഭയങ്കര നല്ല വെഡ്ഡിങ് ഫോട്ടോസും ഫാഷൻ ഫോട്ടോസൊക്കെ അവൻ്റെ പേജിലുണ്ട്. സോ അവന് ഇവൻ്റ് എടുക്കാൻ അല്ലെങ്കിൽ എക്സിബിഷൻ എടുക്കാൻ സാധാ സ്പീഡ് ലൈറ്റ് ഫ്ലാഷ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ അവരെ അറിയുന്നില്ല, അതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഷെയ്ഡ് വരികയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് ഡേ അവനോട് വരണ്ടെന്ന് പറഞ്ഞു. സോ അതിന് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഓക്കെ. പിന്നെ ഒരു വട്ടം അങ്ങനെ പറഞ്ഞു വിട്ടാൽ പിന്നെ ചിലപ്പോൾ ആ ഏജൻസി പിന്നെ റിസ്ക് എടുക്കണമെന്നില്ല.
സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മീൻസ് ഒരു തവണ നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. അതേപോലെ സംസാരിക്കാൻ ഒരു പേഴ്സണിന്റെ അടുത്ത് സംസാരം അതൊരു മെയിനാണ്. നമ്മൾ ആവശ്യമില്ലാത്തതിൽ കയറിയിട്ട് അഭിപ്രായം പറയാനോ ഭയങ്കര വളവള സംസാരിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ പ്രത്യേകിച്ച് ഒരു ഏജൻസി വിളിക്കണമെങ്കിൽ നമുക്ക് എന്താണോ സംസാരിക്കാനുള്ളത്, ക്ലയന്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അതിപ്പോ ഏജൻസി ഉണ്ടെങ്കിൽ അവരുടെ ആരെങ്കിലും ടീം ഉണ്ടെങ്കിൽ അവര് സംസാരിച്ചോളും. അവരെന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞോളും. അല്ലാതെ നമ്മൾ കയറി സംസാരിച്ച് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എന്ത് സംസാരിക്കുക അതൊക്കെ ഒരു മെയിൻ ഘടകം. പിന്നെ ഇപ്പൊ ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പത്തെ ഇതിൽ എന്താ പറയുക, നമ്മൾ മോണിറ്ററിൽ നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് മോണിറ്ററിൽ നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ പണ്ട് നമ്മൾ ഇപ്പോൾ മിറർലെസ് ക്യാമറ വന്നുകൊണ്ട് എല്ലാവരും മോണിറ്ററിൽ നോക്കി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുക. മുന്നേ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക വ്യൂ ഫൈൻഡറുകൾ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുക. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് കാണാൻ ഏറ്റവും ഭംഗി വ്യൂ ഫൈൻഡറുകൾ നോക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയുടെ അങ്ങനെയും ബോഡിയുടെ ഷേപ്പ് ഈ ഓഫ് കോഴ്സ് ഇപ്പൊ ഞാൻ എടുക്കുന്ന മോണിറ്ററിൽ നോക്കിയിട്ടപ്പോ ഈ ഡിസ്പ്ലേ മോണിറ്ററിലൊക്കെ നോക്കി എടുക്കുമ്പോ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് എടുക്കുമ്പോൾ വ്യൂ ഫൈൻഡറിനെ പോലെയല്ല. വ്യൂ ഫൈൻഡർ നോക്കുമ്പോൾ നമ്മുടെ ബോഡി അങ്ങനെയാവും, ആ രീതിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴൊക്കെ നമ്മളെ ബോഡി അതാവും. പക്ഷെ നമ്മൾ ഡിസ്പ്ലേക്ക് വരുമ്പോൾ ഇല്ലേ, ഡിസ്പ്ലേ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ കംഫർട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഓഡിയൻസ് അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവർ നമ്മളെ കുറിച്ച് എങ്ങനെ ഇതാക്കുന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളെ നല്ല ഫോട്ടോ കിട്ടാനാണ്. ഇപ്പൊ ഞാനും എല്ലാവരും അങ്ങനെ എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്ന നമ്മളെ ബോഡിയുടെ ഷേപ്പൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ. പക്ഷെ മറ്റേതാകുമ്പോൾ അത്ര നമ്മൾ വ്യൂ ഫൈൻഡറിൽ നോക്കി ഒരു മിനിമം സ്റ്റാൻഡേർഡ് രീതിയിലാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ബെറ്റർ എനിക്ക് തോന്നുന്നത് വൃത്തിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിമിങ് മോണിറ്റർ മീൻസ് ഡിസ്പ്ലേയിലാണ്. പക്ഷെ വ്യൂ ഫൈൻഡറിനോട് എടുത്ത് ശീലിച്ച് നമ്മളൊക്കെ അങ്ങനെ തന്നെ എടുത്തിരുന്നു. ഇത് മിറർലെസ് വന്നതിൻ്റെ ശേഷം എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതും ചിലർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്കിന് പോവാണെങ്കിലും തന്നെ ഫസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. ഈ സമയത്തില്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ നമ്മളിത് ആയി ഇപ്പോൾ ഇവന്റ് ഫോട്ടോഗ്രാഫർ ആയി അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫർ ആയി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനുള്ള നമ്മളെ അറിവ് നേടിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാം അതൊരു നമ്മൾ എവിടെ എത്താതെ പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ഫീൽഡിലും വന്ന് പെടാൻ എളുപ്പമാണ്, അത് തുടങ്ങാൻ എളുപ്പമാണ്. അതിൽ സർവൈവ് ചെയ്ത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സക്സസ് ആയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അതിൽ നിലനിന്ന് പോവുക അല്ലെങ്കിൽ അവസാനം വരെ അത് കൊണ്ടുപോവുക എന്നുള്ളതാണ് കുറച്ച് റിസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക, മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മാറുക, എത്രയും പെട്ടെന്ന് മാറുക അല്ലെങ്കിൽ അതിന് മുന്നേ മാറുക എന്നുള്ളതാണ്. നമ്മുടേതായ ഐഡിയകൾ കൊണ്ടുവരിക, നമുക്ക് എന്ത് പുതുതായി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യുക. ഫോട്ടോഗ്രാഫിനെ പറ്റി മാക്സിമം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ ഉണ്ട് ഓൺലൈൻ വർക്ക്ഷോപ്പുകളുണ്ട്, ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളുണ്ട്, അത് ചെയ്യാം. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ലൈറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുക. പിന്നെ ഏതാണ് നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയ, ആ സ്ട്രോങ് ഏരിയ ഫോട്ടോഗ്രാഫിയിൽ കണ്ടെത്തിയിട്ട് അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിൻ. പിന്നെ ആരായാലും ഇപ്പൊ നമ്മൾ വർക്കിന് പോകുമ്പോൾ പലരും ഉണ്ടാവും അവിടെ. ആരെങ്കിലും എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ അതൊരു ഈഗോ ആയിട്ട് എടുക്കാതിരിക്കുക. വീഡിയോ എഡിറ്റർ ആയാലും ഫോട്ടോ എഡിറ്റർ ആയാലും ഫോട്ടോഗ്രാഫർ ആയാലും എന്താണ് അതിൽ പറയുന്നത് നല്ലതുണ്ടോ എന്ന് നോക്കുക, അത് സ്വീകരിക്കുക. അല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്ത പോലെ ഇല്ല ഞാനിപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. അതിൽ മാറ്റങ്ങളുണ്ടാവും. അത് ചിലപ്പം ഇതിൻ്റെ ഒരു എത്തിക്സും എന്താ പറയുക ഇതിൻ്റെ തിയററ്റിക്കൽ വശമൊക്കെ ഫുള്ള് നോക്കിയിട്ട് ചിലപ്പം ഇപ്പോഴത്തെ ജനറേഷൻ പയ്യന്മാർക്ക് ഇതിന് തിയററ്റിക്കൽ വശത്തിനൊക്കെ ചിലപ്പം നമ്മുടെ എന്താ പറയുക അതിനൊരു തിയറിക്കലായിട്ട് പറയുന്ന രീതിയിൽ ചിലപ്പം കുറച്ച് മാറിയിട്ടൊക്കെ ആവാം. പക്ഷെ അത് ഭംഗിയുണ്ടാവും, അത് രസമാവും, ആളുകൾക്ക് ഇഷ്ടമാതാവും. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറുക എന്നുള്ളതാണ്. ആ മാറ്റം നമ്മൾ സ്വീകരിക്കുക. അപ്ഡേറ്റഡ് ആകുന്തോറും നമ്മൾ എടുക്കുന്ന ഓരോ മൊമെന്റ്സിലും അത് റിഫ്ലക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ഓരോ പിക്ക് കാര്യങ്ങൾ എടുക്കുമ്പോൾ. അതെ അതെ. ഇതിപ്പോൾ സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതിൽ തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അല്ലാതെ നമ്മളിതിൽ പഠിക്കാതെ അതിനെക്കുറിച്ചിട്ട് റെഫർ ചെയ്യാതെ അത് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം, ഒബ്സർവേഷൻ വേണം. അതിപ്പോൾ ഈവൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ അതായാലും നമ്മളിപ്പോൾ കാണുന്നപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ കാണുന്നില്ലേ അല്ലെങ്കിൽ
റീല് കാണുന്നതും എന്താണെങ്കിലും ഇല്ലേ, നമ്മുടെ റിലേറ്റഡ് ആയ സാധനങ്ങളും കൂടെ കാണുക. എന്റർടൈൻ ആയ സാധനങ്ങൾ, ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയലുള്ള സാധനം കൊണ്ട് ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ തന്നെ എത്ര ആൾ കാണുന്നുള്ളതൊക്കെ ഒരു വശമാണ്. അപ്പോൾ അതിലും ഉപരി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ ഒന്ന് കാണുക. ഇതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പറയുന്ന കാര്യം വലിയ കാര്യങ്ങളല്ലെങ്കിൽ പോലും ഇത് ആർക്കെങ്കിലും ഒക്കെ വലിയ കാര്യങ്ങളാവാം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ആൾക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇതേ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ കണക്ട് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഇതൊന്നുമല്ല, ബിസിനസ് വന്ന് ആ ഏജൻസിക്ക് ആ വർക്ക് പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഫുള്ള് പറയുന്നില്ല. ഇവിടുത്തെ ഒരു ഫ്ലാഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ട്. അപ്പൊ ആ ഇവന്റ് ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എൻ്റെ നാട്ടിലെ പോലെ ഒന്നുമല്ല. അത് കുറച്ച് സമയം വരുന്ന ഒരു ഇവന്റ് ആണ്. അത് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഇതാവണം. അതൊക്കെ പിന്നെ അവർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അതിനൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ച സ്റ്റോറികൾ, അതെല്ലാം ഒരുപാട് അങ്ങനത്തെ സ്റ്റോറികൾ അറിയാത്തൂ. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താ പറയുക, ഒരു ഇവന്റ് എടുക്കാൻ പോകുമ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് കുറിച്ചിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഒരു ഐഡിയ കിട്ടിയിട്ട് പോയാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യും കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് അവരെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആണ്, അവർ ടാലന്റഡ് ആണ്. അപ്പോൾ എന്നാലും നമ്മൾ പറഞ്ഞു പോവാണ്, എല്ലാവർക്കും അറിവ് കിട്ടട്ടെ, എല്ലാവരും ഈ ഫീൽഡിൽ വരട്ടെ, അവർ സർവൈവ് ചെയ്ത് പോട്ടെ, അവർക്ക് അവരുടേതായ ഒരു പേരുണ്ടാവട്ടെ. അതാണ് മെയിൻ. നമ്മുടെ ഒരു പേരിൽ നമ്മൾ ചെയ്യുന്നതിൽ അത് അവർ കുഴപ്പമില്ല എന്നുള്ള ഒരു പേരുണ്ടാക്കാൻ കുറച്ച് പാടാണ്. മെയിനായിട്ട് തന്നെ എന്തും ഇതൊന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഫോട്ടോഗ്രാഫർമാർക്ക് എക്സ്പീരിയൻസ് ആൾക്ക് എന്ത് കാണുമ്പോൾ അതിൽ ഫ്രെയിമിങ് ഉണ്ടാവും. നമുക്കിങ്ങനെ ഒരു ഫ്രെയിം നമ്മളെ മനസ്സിൽ കാണും, ഇതിങ്ങനെ ഫ്രെയിം വെച്ചാൽ നന്നാവും, അതിങ്ങനെ ഫ്രെയിം വെച്ചാൽ നന്നാവും. അങ്ങനെ കാണൽ തുടങ്ങിയാൽ ഭയങ്കര ഈസി ആവും. കുറച്ച് ഏകദേശം കാര്യങ്ങൾ സെറ്റ് ആവുന്നതാണ്. അതേപോലെ ഇപ്പൊ നമ്മളൊന്നും ഇല്ല, വായിക്കുന്നവർക്ക് നല്ല ഗുണം ചെയ്യുന്നെന്ന് പറയുന്നത്. അതെന്നോടൊരു ലെജൻഡറി ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട്. നന്നായി ഞാൻ വായിക്കുമെന്ന് ചോദിച്ചു. ഞാൻ വായിക്കാറില്ല. വായിക്കുന്നത് ബെറ്റർ ആവും, അത് ഗുണം ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇയാളൊരു ബുക്ക് വായിക്കുന്നതും ഞാൻ വായിക്കുന്നതും സ്റ്റോറി സെയിം ആണെങ്കിലും ഇയാൾ മനസ്സിൽ കാണുന്ന പോലെയല്ല ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഡിഫറെന്റ് മനസ്സിൽ അത് വിഷ്വൽ ചെയ്യാം. അപ്പോൾ ആ ഒരു വിഷ്വലിൽ ഓരോ ഫ്രെയിമുകൾ ഉണ്ടാവും, അത് ഇതിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യും. എന്താണ് ഇതിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുക അത് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. നമ്മളൊക്കെ എപ്പോഴും ചിലപ്പം ചില കാര്യങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് നോക്കി ഇതിൻ്റെ കാര്യങ്ങൾ ഈവൻ പഠിക്കുക, പുതുത് ചെയ്യാമെന്നാണ്. ഈ പോഡ്കാസ്റ്റ് പോലും കുറേ നാളായിട്ടുള്ള പ്ലാനാണ്. നമ്മളിപ്പോൾ ചെയ്ത് നോക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിതിന് മുന്നേ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ സംസാരിക്കാൻ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലെന്നല്ല, അങ്ങോട്ട് ചെയ്യുകയാണ്. മനസ്സിലായോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗിനറായിട്ട് വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. ആദ്യം തുടക്കകാലത്തിൽ അവർ ഫ്രീ ആയിട്ട് ഇവൻറ്റ്സും പല പ്രോഗ്രാംസും കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ റെഗുലർലി അതവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കരിയറിന് ഓക്കെ ആയിരിക്കത്തില്ല. അതായത് അവരുടെ ആ ഒരു ക്വാളിറ്റി അവർക്ക് പോവും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിട്ട് മാത്രം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ട് പോലെ ആവില്ലേ? ഇത് മാത്രം ചെയ്യുന്ന ആളുകൾക്ക് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറെ മീറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർ പറയും, ആ ഇവന്റിന് കണ്ടില്ലല്ലോ അവിടെ, അപ്പോൾ നിങ്ങളെന്താ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളാണോ വർക്ക് എടുത്തത്? എല്ലാം എന്താ പറയുക, എൻ്റെ ഹോബിയാണ്, അല്ലെങ്കിൽ എൻ്റെ പാഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾക്ക് വേറെ നല്ല ജോലി ഉണ്ടാവും, അത്യാവശ്യം നന്നായിട്ട് സാലറി പാക്കേജ് ഉള്ള ആളാവും. അപ്പോൾ ഇയാൾക്ക് ക്യാമറ വാങ്ങാമല്ലോ, ഇഷ്ടംപോലെ കാശുണ്ടാവും. സോ ക്യാമറ വാങ്ങും, എന്നിട്ട് ഇതുപോലെ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ പോയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഈവെൻറ്റുകൾ ഗാദറിംഗ് ഒക്കെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് എന്താണ്, ഹോബിയാണ്. അപ്പോൾ ആൾക്ക് പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഇത് ചെയ്യുന്ന ആളുകൾ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും വർഷം, ഇപ്പം നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ ഇത്രയും വർഷം ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകൾ, ഇതല്ലാതെ വേറെ സൈഡ് ബിസിനസ്സൊക്കെ അധികം ആളുകൾക്കും കുറവാണ്. അധികം ഫോട്ടോഗ്രാഫർമാർക്കും ഫ്രീലാൻസ് ചെയ്യുന്നവരൊക്കെ അവർക്ക് ഇത് തന്നെയാണ് ഉള്ള ഇൻകം. ഇതിൽ മാത്രം നിൽക്കുന്നവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേറെ വഴിയില്ല. സോ അപ്പം എന്ത് ചെയ്യും, ഇവർക്ക് എക്യുപ്മെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് വന്നിട്ട് വേണം. അപ്പോൾ ഈ എന്താ പറയുക, ഹോബിയായിട്ട് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളങ്ങനെ ഹോബിക്ക് ചെയ്യുമ്പോൾ ഇത് മാത്രം കരിയറായിട്ട് ചൂസ് ചെയ്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് കിട്ടുന്ന എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി, അവർക്ക് കിട്ടുന്ന ഇൻകാണ് നിങ്ങൾ അറിയാതെ ആണെങ്കിലും നിങ്ങളുടെ ഹോബിയുടെ ഭാഗമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ഹോബിയാവാം, സ്ഥിരം ഹോബിയാവുമ്പില്ലേ അതൊരു ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ലാൽ ജോസ് ഒരു
ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുന്നു, അവരായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതോ മിഡിൽ ഈസ്റ്റിലാണ്, എനിക്ക് കറക്റ്റ് സ്ഥലം ഞാൻ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാച്ച് ചെയ്ത് പോയതാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസിൽ നിന്ന് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, സാർ എനിക്ക് പിന്നെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ സാറ് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനോ അസോസിയേറ്റ് ആണോ അങ്ങനെ എന്തോ പറഞ്ഞു, ഒരു ചാൻസ് തരുമോ, അങ്ങനെ ചാൻസ് തരികയാണെങ്കിൽ ഞങ്ങളുടെ ലീവ്, അതായത് അല്ലെങ്കിൽ ഞങ്ങളുടെ വെക്കേഷൻ അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം, ഞങ്ങൾക്ക് ഫുഡ് വേണ്ട, അക്കോമഡേഷൻ വേണ്ട, ഞങ്ങളവിടെ വന്ന് നിന്ന് ഇത് പഠിച്ചിട്ട് പോന്നോളാം, ഞങ്ങൾ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ എടുത്തോളാം. അപ്പോൾ അതിന് ലാൽ ജോസ് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. എന്താണ് കേട്ടോ, ഭയങ്കര രസകരമായ മറുപടി ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ അയാൾക്ക് അങ്ങനെ തന്നെ മറുപടിയാണ് കിട്ടേണ്ടത്. ഓക്കെ, അയാളെ മോശമായിട്ട് പറയല്ലോ, അയാളെ ആഗ്രഹം ചോദിച്ചാണ്. ലാൽ ജോസ് പറഞ്ഞെന്ന് പറയാം, അത് പോയി പള്ളി പറഞ്ഞാൽ മതി കാര്യം. എങ്ങനെ തന്നെ പറഞ്ഞേ, ആദ്യത്തെ വേടതാണ് അത്, നിങ്ങൾ പോയി പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം അയാൾ പറഞ്ഞ, കുറെ ആളുകൾ വർഷങ്ങളെടുത്ത് സിനിമ പഠിച്ച് സിനിമ ചെയ്യാണ്, അത് നിങ്ങൾ വന്ന് ചുളിവിൽ പഠിക്കണ്ടെന്ന് പറഞ്ഞു. അത് ഷോർട്ട് കട്ട് എടുത്തിട്ട് പഠിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ചുളിവിൽ പഠിക്കണ്ട. അതിനെ പറഞ്ഞ വർഷങ്ങളെടുത്ത ആളുകൾ കുറേ സിനിമയിൽ കഷ്ടപ്പെട്ട് വരുന്നവരുണ്ടാവാം. ഞങ്ങളൊക്കെ വർഷങ്ങളെടുത്ത് പഠിച്ചാണ്. അതിൽ സക്സസ് ആയവരുണ്ടാവാം, സക്സസ് ആവാത്തവരുണ്ടാവാം. നമുക്കറിയാലോ, അതിലൊക്കെ സിനിമയിൽ സക്സസ് ആണെങ്കിലും സക്സസ് ആവാത്ത ആളുകളാണ്. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സുകൾ ഉണ്ട് തിരക്കഥ വെച്ച് നടക്കുന്നു, ഇപ്പോഴും സിനിമ ആവാതെ. ക്യാമറ ചെയ്ത ആളുകളുണ്ട്, ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ വന്നിട്ട് ഹോബിക്ക് ചെയ്യുന്ന ആളുകൾ ഇതേപോലെ അങ്ങനെ ചുളികൾ വന്നിട്ട് ബാക്കിയുള്ളവരെ ഇതാക്കരുത്. ഇതും ഒരുപാട് വർഷങ്ങളുടെ അസിസ്റ്റൻ്റായി നിന്നിട്ടും അങ്ങനെയൊക്കെ പഠിച്ചു വന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ തുക മുടക്കി കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വരുന്ന ആളുകളൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ ഹോബി, അതാണ് ഹോബിക്ക് ആവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ള ബിഗിനേഴ്സിനോട്, ഇതിൽ ഷോർട്ട് കട്ട് ഇല്ല, ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എന്താ പറയുക, 100% ഇട്ടിട്ട് വർക്ക് ചെയ്യുക. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ടാലൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അതിൽ അപ്ഡേറ്റ് ആയിട്ടും കൂടി ഇരിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളറിയില്ല, നമ്മളിതാകുക, ചുറ്റുമുള്ളത് എല്ലാവരുടെ വർക്കും കാണുക, അതൊരു മെയിൻ ഘടകമാണ്. നമ്മുടെ വർക്ക് മാത്രം കണ്ടിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവരുടെ വർക്കും എങ്ങനെ നടക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവുക. വന്ന് പറ്റാനൊക്കെ ഈസി ആയിട്ട് പറ്റും, അതിൽ സർവൈവ് ചെയ്ത് പിടിച്ചു പോവുക. അങ്ങനെ എല്ലാവരും സെറ്റാവട്ടെ, എല്ലാവരും അവരുടേതായ മേഖലയിൽ സെറ്റായി കൊണ്ടിരിക്കട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ ഇന്നത്തെ സ്നാപ്പാർട്ട് സ്റ്റോക്സിൽ അത്യാവശ്യം ബിഗിനേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾക്ക് ഇതുപോലെയുള്ള എപ്പിസോഡുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുവരേക്കും ബൈ.